വിവാദങ്ങളും ജനകീയ വിഷയങ്ങളും സജീവ ചർച്ചയായ നിലമ്പൂർ ഉപതിരഞ്ഞെടുപ്പിന്റെ പരസ്യ പ്രചാരണത്തിന് ഇന്ന് സമാപനമാവുകയാണ്. രണ്ടാഴ്ചയിലേറെ നീണ്ടുനിന്ന ഹൈ വോൾട്ടേജ് പ്രചാരണം കടുത്ത മത്സരമെന്ന പ്രതീതി ഉയർത്തിയാണ് ഇപ്പോഴിതാ കൊടിയിറങ്ങുന്നത്. ഫലത്തെ സ്വാധീനിക്കാൻ ശേഷിയുള്ള അടിയൊഴുക്കുകൾ കണ്ടെത്തി തടയുന്നതിലാണ് ഇപ്പോൾ മുന്നണികളും സ്ഥാനാർത്ഥികളും. പ്രചാരണ കാലയളവിലുടനീളം മഴയുണ്ടായിരുന്നെങ്കിലും വോട്ടെടുപ്പ് ദിനമായ 19-ന് ഗ്രീൻ അലർട്ടാണ് സർക്കാർ ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. അത് പാർട്ടികൾക്ക് ആശ്വാസമായിട്ടുമുണ്ട്. മഴ പോളിംഗ് ശതമാനത്തെ ബാധിക്കുമോ എന്ന ആശങ്ക എല്ലാ സ്ഥാനാർത്ഥികൾക്കും ഉണ്ടായിരുന്നു. എന്തായാലും 23-ന് വോട്ടെണ്ണുന്നതോടെ നിലമ്പൂരിന്റെ മനസ്സിലിരിപ്പ് എന്താണെന്ന് പുറത്തുവരും. രണ്ടാം LDF സർക്കാരിന്റെ കാലത്തെ ഉപതിരഞ്ഞെടുപ്പുകളിലെല്ലാം സിറ്റിംഗ് സീറ്റുകൾ അതത് മുന്നണികൾ നിലനിർത്തിയിരുന്നു. അതേസമയം സിറ്റിംഗ് MLA PV അൻവർ LDFിനെ വെല്ലുവിളിച്ചാണ് പുറത്തു വന്നത്. ഇതിനെ തുടർന്നാണ് ഉപതിരഞ്ഞെടുപ്പിന് കളമൊരുങ്ങിയതും. ആദ്യഘട്ടത്തിൽ UDFന് അനായാസ വിജയം പ്രതീക്ഷിച്ചിരുന്നുവെങ്കിലും അപ്രതീക്ഷിത രാഷ്ട്രീയ നാടകങ്ങൾക്കൊടുവിൽ അൻവർ സ്വതന്ത്രനായി രംഗത്ത് വരികയായിരുന്നു. ആദ്യമൊന്ന് അറച്ചുനിന്ന NDAയും രംഗത്തെത്തിയതോടെ വീറും വാശിയും നിറഞ്ഞ പോരിന് കളമൊരുങ്ങി. UDFും LDFും നേർക്കുനേർ പോരാടുന്ന ചിത്രം തന്നെയാണ് മണ്ഡലത്തിൽ തെളിയുന്നത്. എന്നാൽ 9 വർഷമായി മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്ന PV അൻവർ അദ്ദേഹം നടത്തുന്ന നീക്കങ്ങളുടെ പ്രത്യാഘാതം എത്രത്തോളം എന്നതിൽ ഇരു മുന്നണികൾക്കും ആശയക്കുഴപ്പവുമുണ്ട്. സ്വന്തം വോട്ടുകൾ ഭദ്രമാക്കുന്നതിനൊപ്പം മലയോരത്തെ അധിക വോട്ടുകൾ കൂടിയാണ് NDA ഇത്തവണ ലക്ഷ്യമിടുന്നത്. ഏതു സാഹചര്യത്തും ആര്യാടൻ ഷൗക്കത്തിന് 10,000-ന് മുകളിൽ ഭൂരിപക്ഷമാണ് UDFിന്റെ കണക്കുകൂട്ടൽ. എന്നാൽ M സ്വരാജിന് 5,000 മുതൽ 10,000 ഭൂരിപക്ഷമാണ് LDF ഉറപ്പിച്ചിട്ടുള്ളത്. എന്നാൽ എല്ലാ കണക്കുകൂട്ടലുകളിലും തെറ്റിക്കുമെന്ന അവകാശവാദത്തിലാണ് PV അൻവറും. എന്തായാലും ജനവിധി അറിയാൻ ഇനി നാളുകൾ മാത്രം.